ഹായ് ഫ്രണ്ട്സ്, ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ആളാണോ? എല്ലാവരോടും ചെന്ന് കാര്യങ്ങൾ തുറന്നു പറയാറുണ്ടോ? വിഷമം വരുമ്പോൾ പെട്ടെന്ന് കരയുകയും ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്യാറുണ്ടോ? എങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ലോകം നിങ്ങളെ വളരെ എളുപ്പത്തിൽ തോൽപ്പിച്ച് കളയും. കാരണം നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങളൊരു തുറന്ന പുസ്തകം പോലെയാണ്. മനുഷ്യൻ്റെ സൈക്കോളജി അനുസരിച്ച് എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം ആരും അധികം നേരം കയ്യിൽ വെക്കില്ല. അങ്ങനെയുള്ളവരെ ആളുകൾ പെട്ടെന്ന് വില കുറച്ച് കാണും. നേരെ മറിച്ച് ചിലരുണ്ട്, അവർ അധികം സംസാരിക്കില്ല, പക്ഷെ അവർ സംസാരിക്കുന്ന വരികൾക്ക് ഭയങ്കര മൂർച്ചയായിരിക്കും. അവർ എവിടെയെങ്കിലും ഒന്ന് മാറി നിന്നാൽ ആളുകൾ അവരെ തിരക്കാൻ തുടങ്ങും. നിങ്ങളുടെ അസാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളെ വില തോന്നിപ്പിക്കുന്ന ആ മാജിക് എന്താണെന്നറിയാമോ? അതിനെയാണ് ദി സൈക്കോളജി ഓഫ് ആബ്സെൻസ് എന്ന് പറയുന്നത്. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാനും നിങ്ങളുടെ വാക്കിന് വില നൽകാനും ഈ 4 കാര്യം മാത്രം ചെയ്താൽ മതി. മുൻപത്തെ വീഡിയോകളിൽ പറയാത്ത തികച്ചും പുതിയൊരു മനഃശാസ്ത്ര രഹസ്യമാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ഒരൊറ്റ സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായിട്ട് തന്നെ കേൾക്കുക. നമ്മളിൽ പലരും വിചാരിക്കുന്നത് കൂടുതൽ സംസാരിച്ചാൽ കൂടുതൽ ആളുകൾ നമ്മളെ സ്നേഹിക്കും എന്നതാണ്. എന്നാൽ സത്യം അതിന് നേരെ വിപരീതമാണ്. നിങ്ങളൊരു ഗ്രൂപ്പിലിരുന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പതുക്കെ നിങ്ങളുടെ വലുപ്പം കുറയുകയാണ്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ, എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും എന്ന് ആളുകൾ ചിന്തിക്കും. നിങ്ങൾ പറയുന്ന നല്ല കാര്യങ്ങൾക്ക് പോലും പിന്നീട് ആരും വില തരില്ല. ഒരു രാജാവിനെ പോലെ ജീവിക്കണമെങ്കിൽ വാക്കുകൾ അളന്നു തൂക്കി മാത്രം ഉപയോഗിക്കുക. വലിയ ആളുകളുടെ സ്വഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ എപ്പോഴും കുറച്ചേ സംസാരിക്കും, പക്ഷേ അവർ സംസാരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ ശ്വാസം അടക്കി പിടിച്ച് കേട്ടിരിക്കും. ആ ഒരു പവർ നിങ്ങളുടെ ലൈഫിലും വരണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കണം. എവിടെ സംസാരിക്കണം എന്നറിയുന്നതിനേക്കാൾ പ്രധാനം എവിടെ മിണ്ടാതിരിക്കണം എന്നറിയുന്നതാണ്. അതാണ് യഥാർത്ഥ ബുദ്ധിശക്തി. നിങ്ങളുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കണം. ആരെങ്കിലും നിങ്ങളെ വന്ന് ദേഷ്യം പിടിപ്പിച്ചാൽ ഉടൻ തന്നെ തിരിച്ച് ചീത്ത വിളിക്കാൻ പോകരുത്. അത് നിങ്ങളുടെ ബലഹീനതയാണ് കാണിക്കുന്നത്. ദേഷ്യം വരുമ്പോൾ ഒരൊറ്റ പുഞ്ചിരി കൊണ്ട് അതിനെ നേരിടുക. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വന്ന വ്യക്തി ആകെ കൺഫ്യൂഷനിലാകും. ഇയാൾക്കിതെന്ത് പറ്റി, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇയാളെന്താ ചൂടാവാത്തത് എന്നവർ ചിന്തിക്കും. നിങ്ങളുടെ ആ ഒരൊറ്റ നിശബ്ദത അവരുടെ ഈഗോ തകർത്ത് കളയും. അതുപോലെ തന്നെയാണ് സങ്കടവും. നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാവരോടും ചെന്ന് പറയരുത്. ഈ ലോകത്ത് 80% ആളുകൾക്കും നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല. ബാക്കി 20% ആളുകൾ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട് എന്നറിയുന്നതിലാണ് സന്തോഷം. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ആളുകളുടെ മുന്നിൽ എപ്പോഴും ശക്തയായി മാത്രം നിൽക്കുക. ആ ശക്തി കാണുമ്പോൾ ആളുകൾക്ക് നിങ്ങളോട് ബഹുമാനം തോന്നും. നിങ്ങളുടെ ഭാവി പദ്ധതികൾ എന്താണെന്ന് ആരോടും പറയരുത്. നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണോ? പുതിയൊരു വണ്ടി വാങ്ങാൻ പോവുകയാണോ? അതൊക്കെ സർപ്രൈസ് ആയിട്ട് തന്നെ വെക്കുക. വിജയിച്ചു കഴിഞ്ഞ് മാത്രം ലോകം അതറിയട്ടെ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നത് ആളുകൾക്ക് പ്രവചിക്കാൻ കഴിയരുത്. എപ്പോഴും ഒരു നിഗൂഢത നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കണം. ആളുകൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളെപ്പറ്റി പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റരുത്. അത് നിങ്ങളുടെ ആകർഷണീയത 100 മടങ്ങ് വർദ്ധിപ്പിക്കും. അനാവശ്യമായ ഗ്രൂപ്പുകളിൽ ചെന്ന് സ്വന്തം വീരവാദങ്ങൾ പറയുന്ന ശീലമുണ്ടെങ്കിൽ അതിന്ന് തന്നെ നിർത്തുക. നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കട്ടെ, വാക്കുകളല്ല. അടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യം, അനാവശ്യമായ ഗോസിപ്പുകളിൽ നിന്നും വഴക്കുകളിൽ നിന്നും അകന്നു നിൽക്കുക. 2 പേർ വഴക്കിടുമ്പോൾ അതിനിടയിൽ ചെന്ന് അഭിപ്രായം പറയാൻ നിൽക്കരുത്. അവർ ആവശ്യപ്പെട്ടാൽ മാത്രം നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക. മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഒളിഞ്ഞു നോട്ടം നടത്താതിരിക്കുക. നിങ്ങളുടെ സ്വന്തം വളർച്ചയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ ചിന്തിക്കും, ഇയാൾക്ക് എന്തൊരു ആറ്റിറ്റ്യൂഡാണെന്ന്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നത് കാരണമാകും. ലൈഫിൽ പലരും നമ്മളോട് മോശമായി പെരുമാറുന്നത് നമ്മൾ അവർക്ക് അമിത പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ്. അവരെ നമ്മുടെ തലയിൽ കയറ്റിയിരുത്തരുത്. ബന്ധങ്ങളിൽ എപ്പോഴും ഒരു അതിർവരമ്പ് ഉണ്ടായിരിക്കണം. ആ അതിര് ലംഘിക്കാൻ ആരെയും അനുവദിക്കരുത്. നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചാൽ മാത്രമേ ഈ ലോകം നിങ്ങളെ ബഹുമാനിക്കൂ. ആത്മാഭിമാനമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതിലൊരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. മറ്റുള്ളവരുമായി നിങ്ങളുടെ ലൈഫ് താരതമ്യം ചെയ്യരുത്. ഓരോരുത്തരുടെയും വഴി വ്യത്യസ്തമാണ്. നിങ്ങളുടെ വഴിയിലൂടെ ധൈര്യമായി മുന്നോട്ട് നടക്കുക. ആരെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ മുന്നോട്ട് തന്നെ പോവുക. മറ്റുള്ളവരുടെ വിമർശനങ്ങൾ കേട്ട് തളരരുത്. അവർ ഇന്നത് പറയും, നാളെ അത് മറക്കും. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെയാണ് ജീവിച്ചു തീർക്കേണ്ടത്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവരെ കൂടെ നിർത്തുക. അല്ലാത്തവരെ പതുക്കെ ഒഴിവാക്കുക. ജീവിതം ലളിതമാക്കുക. അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കുക. മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുക. നല്ലൊരു മനുഷ്യനാകാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക. സ്വന്തം വില കളഞ്ഞുകൊണ്ടാകരുത് അത്.
ആദ്യം നിങ്ങളെ ബഹുമാനിക്കുക. നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ ഈ ലോകം മുഴുവൻ നിങ്ങളെ വിശ്വസിക്കും. ആ വിശ്വാസമാണ് നിങ്ങളുടെ കരുത്ത്. ഒരിക്കലും അത് കൈവിട്ടു പോകരുത്. ലക്ഷ്യത്തിലെത്തുന്നതുവരെ വിശ്രമിക്കരുത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾ കെട്ടിപ്പടുക്കുക തന്നെ ചെയ്യും. അതിനുള്ള എല്ലാ കഴിവും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിന് പുറത്തെടുക്കുക. നിങ്ങളൊരു അത്ഭുതമാണ്. ആ തിരിച്ചറിവോട് തന്നെ ജീവിക്കുക. തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നടക്കുക. ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ്. അതിന് നന്നായി വിനിയോഗിക്കുക. നിങ്ങളോട് തന്നെ എപ്പോഴും ആത്മാർത്ഥത പുലർത്തുക. മനസ്സാക്ഷിക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. അത് നിങ്ങൾക്ക് വലിയൊരു സമാധാനം നൽകും. നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുക. ദേഷ്യവും അസൂയവും മനസ്സിൽ വെച്ചേക്കരുത്. എല്ലാവർക്കും നല്ലത് മാത്രം വരാൻ ആഗ്രഹിക്കുക. ലോകം നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതും അതുതന്നെയായിരിക്കും. സ്നേഹം നൽകിയാൽ സ്നേഹം തിരിച്ചു കിട്ടും. സ്വന്തം ലൈഫിനെ പ്രണയിക്കുക. നിങ്ങളെ പ്രണയിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയമായിരിക്കട്ടെ അത്. ഒരിക്കലും അവസാനിക്കാത്ത പ്രണയം.